വളരെ വേഗത്തിൽ നിങ്ങൾ ഉത്തരം പറയണം. ചിന്തിക്കാൻ ഒട്ടും സമയമില്ല. ശരിയോ തെറ്റോ എന്ന് മാത്രം പറഞ്ഞാൽ മതി, മറ്റൊന്നും പറയേണ്ട ആവശ്യമില്ല. ശ്രദ്ധിച്ചു കേൾക്കുക, ശരിയോ തെറ്റോ എന്ന് മാത്രം പറയുക. ഇതിൽ ആരോടാണ് ഇതിന് ചോദിക്കേണ്ടത്? നമുക്ക് ഡിന്നിയോട് ചോദിക്കാം. അപ്പൊ ഡിന്നി റെഡി ആയിക്കോ കേട്ടോ. ഡിന്നി തുടങ്ങുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക, പടപടയെന്ന് ഉത്തരം പറയുക. മലയാളത്തിലെ ആദ്യ കളർ സിനിമയാണ് മാർത്താണ്ഡവർമ്മ. തെറ്റ്. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് എറണാകുളത്തേക്ക് ടെലിഗ്രാം ചെയ്യാൻ തടസ്സമില്ല. തെറ്റ്. മനുഷ്യന് ഒരു ശ്വാസകോശം കൊണ്ട് ജീവിക്കാം. തെറ്റ്. മദർ തെരേസയുടെ ജന്മസ്ഥലം കൊൽക്കത്തയാണ്. ശരി. തേനീച്ചയെ പോലെ ഉറുമ്പുകളിലും റാണിയും വേലക്കാരും ഉണ്ട്. ശരി. ഡെന്നി, ആദ്യം ഞാൻ ചോദിച്ചത് മലയാളത്തിലെ ആദ്യ കളർ സിനിമയാണ് മാർത്താണ്ഡവർമ്മ എന്നാണ് ചോദിച്ചത്. പക്ഷെ ഡിന്നി എന്താണ് പറഞ്ഞത്? നോക്കട്ടെ. മലയാളത്തിലെ അത് തെറ്റെന്ന് പറഞ്ഞു. തെറ്റ് തന്നെയാണ്. 10 മാർക്ക്. അവ ഏതാണ് മലയാളത്തിലെ ആദ്യ കളർ സിനിമ? ചെമ്മീൻ. ചെമ്മീനല്ല, കരിമീൻ. കരിമീനാണ്. കണ്ടം പച്ച കോട്ട്, അതാണ് മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ. കേട്ടല്ലോ? 61-ലാണ് ഈ ചിത്രം പുറത്തിറങ്ങിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? ചോദ്യത്തിലോട്ട് പോവാം. ഇപ്പോൾ എറണാകുളത്ത് നിന്നും എറണാകുളത്തേക്ക് ടെലിഗ്രാം ചെയ്യാൻ തടസ്സമില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ എങ്ങനെ ഡിന്നി? എറണാകുളത്ത് നിന്ന് ടെലിഗ്രാം ചെയ്യാൻ തടസ്സമില്ല എന്ന് പറഞ്ഞപ്പോൾ തെറ്റെന്ന് പറഞ്ഞു. എന്താണ് എറണാകുളത്തേക്ക് തടസ്സം? തടസ്സമൊന്നുമില്ലെങ്കിൽ അത് ശരിയല്ല വേണ്ടത്. എന്നിട്ടാണോ തെറ്റെന്ന് പറഞ്ഞത്? നോക്കാം. എറണാകുളത്ത് നിന്ന് എറണാകുളത്തേക്ക് ടെലിഗ്രാം ചെയ്യാൻ ഇപ്പോഴെന്താ തടസ്സം എന്നറിയാമോ? എന്താ തടസ്സം? ടെലിഗ്രാം നിർത്തിയിട്ട് കൊല്ലം 3 കഴിഞ്ഞു. ഇന്ത്യയിൽ എങ്ങോട്ടും ഇപ്പൊ ടെലിഗ്രാം ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. 2013 ജൂലൈ 15 അവസാനത്തെ ടെലിഗ്രാം അടിച്ച് അത് നിർത്തിയ ദിവസം ഒരുപാട് പേര് ആവശ്യം ഉണ്ടായിട്ടും ഇല്ലാതെയൊക്കെ ടെലിഗ്രാം അടിച്ചുകൊണ്ട് ഈ ടെലിഗ്രാമിന്റെ പരിപാടി അങ്ങ് നിർത്തിയായിരുന്നു. ആഘോഷിച്ച് അവസാനിപ്പിച്ച് അതാ പറ്റിയത്. അടുത്ത് ഗംഭീര ഉത്തരവായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അത് ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചടലവും ക്രിയാത്മകവും വിപ്ലവവുമായിരുന്നു. അതെ, ഈ ചോദ്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ, ആദ്യം എല്ലാരും കേക്കട്ടെ. മനുഷ്യന് ഒരു ശ്വാസകോശം കൊണ്ടും ജീവിക്കാം. നേഴ്സ് പറഞ്ഞത് എന്താ? തെറ്റ്. ഡിന്നി, വാട്ട് ഈസ് ദിസ്? അപ്പൊ മനുഷ്യന്റെ കാര്യം എന്താ പറയാൻ നോക്കാം. ശ്വാസകോശത്തിന്റെ കാര്യം നോക്കട്ടെ. തെറ്റ് എന്ന് പറഞ്ഞു. അത് മനോഹരം. ഒരു നേഴ്സിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഉത്തരം തന്നെ. അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം. മദർ തെരേസയുടെ ജന്മസ്ഥലം കൊൽക്കത്തയാണ് എന്ന് പറഞ്ഞപ്പോ ഡിന്നി അതിമനോഹരമായ ഒരു ഉത്തരം നമുക്ക് നൽകി. പിന്നെ ശരിയെന്ന് പറഞ്ഞു. അത് തെറ്റാണ്. അത് ഡിന്നിക്ക് തന്നെ അറിയാമായിരുന്നു. ഇപ്പോഴത്തെ മസിഡോണിയയിലാണ് അവര് 1910 മദർ തെരേസ ജനിച്ചത്. ഇതിനു മുമ്പത്തെ നമ്മുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അടുത്ത കാലത്താണ് അവരെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മരിച്ചത് എപ്പോഴാണെന്ന് അറിയാമോ? മരിച്ചത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലാണ് മരിച്ചത്, ജനിച്ചത് അവിടെയല്ല. കേട്ടോ? അടുത്ത ചോദ്യം. ലാസ്റ്റ് ചോദ്യം. തേനീച്ചയെ പോലെ ഉറുമ്പുകളിലും റാണിയും വേലക്കാരുമുണ്ട്. ഇത്രയൊക്കെ അറിയാം എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഡിന്നി, വാട്ട് ഈസ് ദിസ്? നമുക്ക് തേനീച്ച ഗോ ടു ദ ആൻഡ് ബി വൈസ് എന്ന് പറഞ്ഞത് ആരാണ്? തേനീച്ചയോ? അല്ല, ഗോ ടു ദ ആൻഡ് ബി വൈസ് സെറ്റ് കിങ് സോളമൻ. 3ാം ക്ലാസ്സിലെ ഒരു പാഠപുസ്തകത്തിന്റെ ആദ്യത്തെ വരിയാ. ബാക്കി ഒന്നും എനിക്കറിയാൻ പാടില്ല. ഇത് മാത്രമേ എനിക്കറിയാവുള്ളൂ. ഉറുമ്പുകൾക്കും ഇങ്ങനെ രാജാവും റാണിയും ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഡിനി എന്ത് പറഞ്ഞു? ശരിയെന്നാണ് പറഞ്ഞത്. അത് ശരിയെന്നാണ് പറഞ്ഞത്. അത് ശരി തന്നെയാണ്. അപ്പോ 30 മാർക്കാണ് ഡിന്നിക്ക് കിട്ടിയത്. ഓക്കെ, അടുത്ത ആള് നമ്മൾ ചോദിക്കാൻ പോകുന്നത് അജീഷിനോടുള്ള ചോദ്യങ്ങൾ വരികയാണ്. നമ്മൾ എവിടേക്ക് നോക്കിയാലും ആദ്യം കാണുക നമ്മുടെ മൂക്കാണ്. തെറ്റ്. ലോക സുന്ദരി പട്ടം നേടിയ ആദ്യ ഇന്ത്യക്കാരിയാണ് ഐശ്വര്യ റായ്. തെറ്റ്. CT സ്കാനിന്റെ പൂർണ്ണ രൂപമാണ് ക്ലിനിക്കൽ ട്രോമോഗ്രഫി. തെറ്റ്. പരസ്പരം കൊരുത്ത 6 വളയങ്ങളാണ് ഒളിമ്പിക്സിന്റെ ചിഹ്നം. തെറ്റ്. നീലഗ്രഹം ചന്ദ്രനാണ്. തെറ്റ്. ഓക്കെ, നോക്കാം ഇതിൽ എത്ര ശരിയും തെറ്റുമുണ്ടെന്ന്. വിഷുചേട്ടൻ ഒരു കാര്യം നോട്ടീസ് ചെയ്തോ? എന്താണ്? അജീഷിന്റെ ഉത്തരങ്ങൾ കേട്ടു. എന്തൊക്കെ സംഭവിച്ചാലും തെറ്റ് മാത്രമേ ഞാൻ പറയൂ എന്നുള്ള ഒരു ഡിസിഷൻ എടുത്തോണ്ട് വന്ന പോലെയാണ് അജീഷ്. തെറ്റെന്ന് പറഞ്ഞാണോ അത് ശരി പറഞ്ഞിട്ട് തെറ്റാവുന്നതാണ് ഉദ്ദേശിച്ചത്? അല്ല, തെറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാം തെറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തെറ്റ് ചൂണ്ടിക്കാണിച്ചതാ. നമ്മുടെ ഭാഗത്ത് വന്ന തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. നോക്കാം ചൂണ്ടിക്കാണിച്ചത് വല്ല വർക്കൗട്ട് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം കേട്ടാ.
ഓക്കെ, ആദ്യമായി ചൂണ്ടിക്കാണിച്ചത് ഈ ചോദ്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ എവിടേക്ക് നോക്കിയാലും ആദ്യം കാണുക നമ്മുടെ മൂക്കാണ്. ഒന്ന് നോക്കിക്കേ. ഇനി ഞങ്ങളിത് പറഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് നോക്കിക്കേ. ഇങ്ങനെ ഇങ്ങോട്ട് നോക്ക്. എവിടെയെങ്കിലും ഒന്ന് നോക്ക്. ഇതൊരു സത്യമാണ്. നമ്മൾ എവിടെ നോക്കിയാലും നമ്മൾ ആദ്യം കാണുന്നത് നമ്മുടെ മൂക്കാണ്. നമ്മുടെയും ഈ ലോകത്തിന്റെയും ഇടയിൽ ഉണ്ട് എല്ലാവർക്കും ഒരു മൂക്ക്. അപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞു? തെറ്റ് എന്ന് പറഞ്ഞു. നോക്കട്ടെ. ചൂണ്ടിക്കാണിച്ചു. തെറ്റ് ചൂണ്ടിക്കാണിച്ചു. അതും മൂക്ക് വെച്ച്. തെറ്റ്. അത് ശരിയാണ്. 0 മാർക്ക്. ഇനി അടുത്തത്, ലോകസുന്ദരി പട്ടം നേടിയ ആദ്യ ഇന്ത്യക്കാരിയാണ് ഐശ്വര്യ റായ്. അവിടെയും പറഞ്ഞത് തെറ്റെന്നാണ് നിങ്ങൾ പറഞ്ഞത്. നോക്കട്ടെ എങ്ങനെയാണെങ്കിൽ ആരാന്നുള്ളത്. തെറ്റെന്ന് പറഞ്ഞു. അത് കറക്റ്റ് ആയിട്ട് തെറ്റ് തന്നെയാണ്. 1966 റീത്ത ഫാരിയ എന്ന് പറയുന്ന ആളാണ് ലോകസുന്ദരി പട്ടം ആദ്യം കിട്ടിയ ഇന്ത്യക്കാരി എന്ന് മാത്രമല്ല ഏഷ്യനും കൂടെ അവള് തന്നെയാണ്. ആരുടെയും ഭാര്യയല്ല. റീത്ത ഫാരിയ. F for ഫാൻ. പിന്നെ അവർ ഒരാളുടെ ഭാര്യയായി. ഇപ്പൊ പിന്നെ 2 കുട്ടികളെയൊക്കെ പ്രസവിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. അടുത്ത ചോദ്യം, CT സ്കാനിന്റെ പൂർണ്ണ രൂപമാണ് ക്ലിനിക്കൽ ടോമോഗ്രഫി. ഞങ്ങൾ എല്ലാ നഴ്സുമാർക്കും ഒരു ചെറിയ ശ്വാസകോശം വെച്ചു കൊടുത്ത പോലെ ഒരു സാധനം നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞു തെറ്റെന്ന്. എന്താണ്? കമ്പ്യൂട്ടർ ടോമോഗ്രാഫി. കമ്പ്യൂട്ടർ ടോമോഗ്രാഫി. കറക്റ്റ്. കമ്പ്യൂട്ടർ ടോമോഗ്രാഫി ഓർ കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫി ആണ്. നോക്കട്ടെ ശരിയാണോ സംഭവം എന്നുള്ളത്. പറഞ്ഞ തെറ്റ് കൃത്യമായിട്ടൊരു തെറ്റാണ്. കൃത്യമായിട്ടുള്ളൊരു തെറ്റാണ്. അതായത് നമ്മുടെ വിവിധ ആംഗിളുകളിലുള്ള ഫോട്ടോകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒന്നാക്കിക്കൊണ്ട് തരുന്ന, കമ്പ്യൂട്ടറൈസ് ചെയ്ത് തരുന്നതാണ് CT സ്കാൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. പരസ്പരം കൊരുത്ത 6 വളയങ്ങളാണ് ഒളിമ്പിക്സിന്റെ ചിഹ്നം. തെറ്റ്. അതിനും പറഞ്ഞു തെറ്റ്. പിന്നെ എന്താണ്? 5 വളയങ്ങളുള്ളൂ. 5 വളയങ്ങൾ. കളിപ്പാളി അല്ലേ? 5 വളയങ്ങളാണ്. എന്താണ് ഈ 5 വളയങ്ങൾ? മൊത്തം എല്ലാ ഭൂഖണ്ഡം 5 ഓരോ ഭൂഖണ്ഡങ്ങളെയാണ്. 7 ഭൂഖണ്ഡമില്ലേ? പിന്നെന്താ 5 ഭൂഖണ്ഡം മാത്രം കാണിക്കുന്നത്? ഒളിമ്പിക്സിന് 5 മതി. ഒളിമ്പിക്സിന് 5 മതിയോ? തെറ്റെന്ന് പറഞ്ഞു. തെറ്റ് തന്നെയാണ്. 10 മാർക്ക്. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ചന്ദ്രനാണ് എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇവിടെ നോക്കുമ്പോൾ നീല കളറിലാണല്ലോ ചന്ദ്രനെ കാണുന്നത്. അപ്പൊ നിങ്ങൾ തെറ്റെന്ന് പറഞ്ഞു. അത് തെറ്റ് തന്നെയാണ്. 10 മാർക്ക്. എന്നാൽ ഏതാണ് നീലഗ്രഹം? ബ്ലൂ പ്ലാനറ്റ്. നമ്മുടെ സ്വന്തം ഭൂമി, നമ്മുടെ സ്വന്തം ഭൂമി, നമ്മുടെ സ്വന്തം ഭൂമി. കാരണം 3/4 ഭാഗവും വെള്ളമാണ്. അതുകൊണ്ട് ബ്ലൂ കളറിലാണ് ഭൂമിയെ എവിടെ നോക്കിയാലും കാണുക. അന്തരീക്ഷം ഉള്ളതും ഭൂമിക്ക് മാത്രമാണ്. അതുകൊണ്ട് ഇത് നീല നിറത്തിലാണ് കൂടുതൽ കാണുന്നത്. അതുകൊണ്ടാണ് ബ്ലൂ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത്. ബ്ലൂ പ്ലാനറ്റ് ഭൂമിയാണ്. ഏത് ഭൂമിയാണ്? നമ്മുടെ സ്വന്തം ഭൂമി, നമ്മുടെ സ്വന്തം ഭൂമി. ഇനിയിപ്പം അജേഷിന്റെ കൂടെ അജിത്തിന്റെ കൂടെ കളി എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങളിൽ ആരാകത്താൻ പുറത്താവെന്ന് പറയാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ച് കേൾക്കുക. പടപടയെന്ന് ഉത്തരം പറയുക. റെഡി? മോഡേൺ നഴ്സിംഗിന്റെ തുടക്കം കുറിച്ചത് മാഡം ക്യൂറിയാണ്. തെറ്റ്. ജാതി വേണ്ട, മതം വേണ്ട മനുഷ്യനെ എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ശരി. മെലാനിൻ എന്ന വസ്തുവാണ് മനുഷ്യന്റെ നിറവ്യത്യാസത്തിന് കാരണം. ശരി. സ്വപ്നങ്ങൾ എപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. തെറ്റ്. സമ്മോഹനം എന്ന കൃതി എഴുതിയത് മോഹൻലാലാണ്. തെറ്റ്. തെറ്റ്. ആദ്യത്തെ ചോദ്യം, മോഡേൺ നഴ്സിംഗിന്റെ തുടക്കം കുറിച്ചത് മാഡം ക്യൂറിയാണ്. അജീഷ് പറഞ്ഞു. എന്തു പറഞ്ഞു? തെറ്റ് പറഞ്ഞു. തെറ്റ് എന്ന് പറഞ്ഞു. പിന്നാരാ? അതാണ് എപ്പോഴും ഇതോടെ നേരിടുന്ന ഒരു പ്രശ്നം. ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ഫ്ലോറൻസ് നൈറ്റിംഗേൽ. നോക്കാം. 10 മാർക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ മാഡം ക്യൂറി ആരാ? ആരോ ആണ്. നൈറ്റിംഗേലിലെ കൊച്ചമ്മയുടെ എന്തോ ബന്ധമുണ്ട് മാഡം ക്യൂറിക്ക്. മാഡം ക്യൂറി 2 വ്യത്യസ്ത വിഷയങ്ങളിൽ നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഫിസിക്സിനും കെമിസ്ട്രിക്കും മേടിച്ചിട്ടുള്ള ആളാണ്. ഒന്നിന് കിട്ടാൻ തന്നെയുള്ള പാടെന്താണെന്ന് അറിയാമല്ലോ. ഞാനൊക്കെ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. പക്ഷെ മാഡം ക്യൂറി ഫിസിക്സിനും കെമിസ്ട്രിക്കും നോബൽ സമ്മാനം കിട്ടാനോ? ഞാൻ സമാധാനം, പൊതുവിജ്ഞാനം, സമാധാനം, എല്ലാത്തിലും ജിയോളജിക്കൽ സ്ട്രക്ചർ ഓഫ് ദ ഫാമിലി ഓക്യുപ്പേഷൻസ്. അടുത്ത ചോദ്യം, ജാതി വേണ്ട, മതം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ അജേഷ് പറഞ്ഞു അത് എന്താ അജേഷ് പറഞ്ഞേ? ശരിയാണ് എന്ന് പറഞ്ഞു. എന്നാൽ ശ്രീനാരായണ ഗുരു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ?
ശ്രീനാരായണ ഗുരു എന്താണ് പറഞ്ഞത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. അപ്പൊ ജാതി വേണ്ട, മതം വേണ്ട, മനുഷ്യന് അതിന്റെ ഒരു ചെറിയ സബ്സിഡിയറി പറഞ്ഞ ആളാരാണ്? അറിയില്ല. അദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ തന്നെ പാത പിന്തുടർന്ന ഒരാളാണ്. ഇവിടെ എറണാകുളത്തെ ഒരു റോഡിന്റെ പേരാണ് സഹോദരൻ, യുക്തിവാദി എന്നിങ്ങനെയുള്ള പുസ്തകങ്ങൾ ഇറക്കിയിട്ടുള്ള മനുഷ്യനാണ്. സഹോദരൻ അയ്യപ്പനാണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നിങ്ങൾ ശരിയെന്നാണ് പറഞ്ഞതെന്നാണ് എന്റെ ഓർമ്മ. തെറ്റിപ്പോയല്ലോ. ഡിംഗ്ലിങ് ഡിങ് ഡിംഗ്ലിങ്. ഇനി അടുത്ത ചോദ്യം. മെലാനിൻ എന്ന വസ്തുവാണ് മനുഷ്യന്റെ നിറവ്യത്യാസത്തിന് കാരണം. അപ്പോ അജേഷ് പറഞ്ഞ ഉത്തരം ശരി എന്നാണ്. പക്ഷേ ശരി തന്നെയാണ്. അത് ശരി തന്നെയാണ്. അപ്പൊ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത ചോദ്യം എന്തായിരുന്നു? അടുത്ത ചോദ്യം, സ്വപ്നങ്ങൾ എപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതെ, അത് ശരിയാണോ തെറ്റാണോ? സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് അടുത്ത കാലത്ത് വരെ ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, കളറാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞത് തെറ്റെന്നാണ്. അത് ശരിയാണോ നോക്കാം. തെറ്റ് തന്നെയാണ്. ഈ അടുത്ത കാലത്ത് വരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് നമുക്ക് സ്വപ്നങ്ങൾ കാണാൻ പറ്റുള്ളൂ എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം സ്വപ്നങ്ങളെ കുറിച്ച് ഒരുപാട് പഠിക്കാനൊന്നും പറ്റില്ല. എങ്കിലും ഈ അടുത്ത കാലത്ത് പഠനങ്ങൾ വീണ്ടും തെളിയിച്ചു നിറമുള്ള സ്വപ്നങ്ങൾ നിറമായിട്ട് തന്നെ കാണാൻ പറ്റാറുണ്ട്. എന്റെയൊക്കെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് സാധാരണ ദൈവം പുണ്യം ചെയ്യും. നമ്മൾ സ്വപ്നം കാണുമ്പോഴേക്കും നല്ലത് കാണാൻ പറ്റുമല്ലോ. എനിക്കൊക്കെ സ്വപ്നം കണ്ടാലും പരീക്ഷയ്ക്ക് മണിയടിച്ചപ്പോൾ പേനയ്ക്ക് മഷിയില്ല. പിന്നെ ഈ പേനയ്ക്ക് മഷിയില്ലാണ്ട് സ്വപ്നം കാണുക. അയ്യോ, ഞാൻ വേറെ സബ്ജക്ട് പഠിച്ചോണ്ട് പോയിട്ടുണ്ട്. അതുപോലെ ഓടുക, പട്ടി കടിക്കാൻ വന്നിട്ട് ഓടുക, നീങ്ങുന്നുണ്ടോ അതിന്റെ കട്ടിലേക്ക് കിടന്ന് വളരെ പാടുപെടുക, വലിയ മലയുടെ കീഴേ പിടിച്ചു കയറുക, എണീക്കുമ്പോൾ ഒരു സമാധാനമാണ്, ദൈവമേ ഇത് തീർന്നല്ലോ എന്നുള്ളത്. ഇതിനിടയിൽ വേറൊരാളൊരു ദിവസം എന്നോട് പറഞ്ഞു, ഈ സ്വപ്നം കഴിഞ്ഞ് നമ്മൾ എണീക്കുമല്ലോ, എണീക്കുമ്പോഴാണ് കഴിഞ്ഞ കാലത്ത് സ്വപ്നമാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയാണ് ഇത്രയും നാൾ കണ്ടത് മുഴുവൻ സ്വപ്നമാണെന്ന് പറഞ്ഞ് നമ്മൾ വേറെ സ്ഥലത്തേക്ക് എണീക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ വലിയ കാര്യമായിട്ട് ഇതെല്ലാം തീർന്നു പറഞ്ഞ് മരിച്ചപ്പോഴാണ് വേറെ സ്ഥലത്ത് നമ്മൾ എണീക്കുന്നത്. ആ കഴിഞ്ഞ 50 വർഷം ലോകപരാജയ സ്വപ്നമായിരുന്നു. ഭീകര ചിന്തയാണത്. അങ്ങനെയൊക്കെയാണ്, ഭയങ്കരമായിരിക്കും. പോകണേ. അപ്പൊ നമ്മുടെ ഒരു ചോദ്യം ഇനി അടുത്തത് വരാനുള്ളത് ഏതാണ്? ലാസ്റ്റ് ചോദ്യം. സമ്മോഹനം എന്ന കൃതി എഴുതിയത് മോഹൻലാലാണ്. നോക്കട്ടെ, ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. തെറ്റ്. തെറ്റിപ്പോയല്ലോ. സാക്ഷാൽ മോഹൻലാലിന്റെ കൃതിയാണ് സമ്മോഹനം. അദ്ദേഹം പല കാലങ്ങളിലായി എഴുതിയ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളെല്ലാം കൂടെ ഏകീകരിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ പുസ്തകമാണ് സമ്മോഹനം എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ 30 മാർക്കാണ് നേടിയിരിക്കുന്നത്. ഈ റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ എത്ര മാർക്കായിരുന്നു? 40. അയ്യോ, 40. ബിന്നിക്കോ? 30. രണ്ടുപേർക്ക് 30 വന്നാൽ എന്താണ് ഇവിടെ സംഭവിക്കുക? ടൈ. രണ്ടുപേരും ടൈ ആയി. അപ്പൊ രണ്ടുപേരും വരും. ആരാണ് അജീഷിനോടൊപ്പം മത്സരിക്കേണ്ടതെന്ന് നമുക്കിപ്പോ തീരുമാനിക്കാം. ഡിന്നി വരൂ, അജേഷ് വരൂ. അജീഷിന് കൂടെ ആര് മത്സരിക്കണമെന്നാണ് ആഗ്രഹം? അജേഷിന് ഡിന്നി മത്സരിക്കുന്നതാണോ ഇഷ്ടം, അജീഷ് മത്സരിക്കുന്നതാണോ ഇഷ്ടം? അജേഷ് ആയിക്കോട്ടെ, ഒരു കരുത്തിന് കിട്ടുമല്ലോ. ഈ സുന്ദരമായ മുഖം നോക്കി എങ്ങനെ വേണ്ട എന്ന് പറയാൻ സാധിക്കുന്നു? അല്ല, പുള്ളിയുടെ ട്രാക്ക് അതാ. അപ്പൊ ഇന്ന് സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാ. ഓഹോ, അതൊന്നും നമ്മൾ സമ്മതിക്കില്ല. ശരി, ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എപ്പോഴും നിങ്ങളുടെ ഭാഗ്യം തീരുമാനിക്കുന്ന 2 ചിത്രങ്ങൾ ബാക്കിൽ വരും. സെലക്ട് ചെയ്യുക. ഒരു ചിത്രത്തിന് പുറകിൽ ഇൻ എന്നും മറ്റൊരു ചിത്രത്തിന് പുറകിൽ ഔട്ട് എന്നും ഉണ്ടാവും. ആ ഇൻ ആൻഡ് ഔട്ടിൽ ഏതോ ഒന്ന് നിങ്ങളുടെ ഭാഗ്യത്തെ നിശ്ചയിക്കുന്നതാണ്. നമുക്ക് ആദ്യം ചിത്രങ്ങൾ എന്താണ് എന്ന് നോക്കാം. മഞ്ഞ പൂമ്പാറ്റയും ചുമല പൂമ്പാറ്റയുമാണ് വന്നിരിക്കുന്നത്. മഞ്ഞ സമാധാനത്തിന്റെയും ചുമല പ്രത്യാശയുടെയും നിറമാണ്. ഇനി തിരിഞ്ഞോ. ഒന്ന് ചുമല ഡേഞ്ചർ ആണ്, മറ്റേ മഞ്ഞ വെയിറ്റിംഗ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ആരാദ്യം എടുക്കണം? ഡിന്നിക്ക് ചുമല വേണോ മഞ്ഞ വേണോ, ഏത് വേണം? ആര് പറഞ്ഞാലും കണക്കാ. കാരണം നിങ്ങളുടെ ഭാഗ്യം മറ്റൊരാൾക്ക് അറിയില്ലല്ലോ. അതിന്റെ ആ പുറകിൽ എന്താന്ന് ഇപ്പൊ രണ്ടുപേർക്കും അറിയില്ലല്ലോ. ഒരാൾ എടുക്കുന്നതിന്റെ എഫക്ട് മറ്റൊരാളെയും ബാധിക്കും. എടുക്കും പറയാനിനി വയ്യ, പറയാണ്ടിരിക്കാനും വയ്യ. പറഞ്ഞോളൂ.
ആർക്ക്? ഡെന്നിക്ക് കൊടുക്കട്ടെ അവസരം. കൊടുത്തു. നമ്മുടെ വലിയ മനസ്സുള്ള ആൾക്കാരല്ലേ, മഹാന്മാരല്ലേ നമ്മള്. ശിലാഫലങ്ങളിൽ നമ്മുടെ പേര് വരും. ഡെന്നി തിരഞ്ഞെടുക്കും. ചുമല. റെഡ്. ചുമല. നേരെ നിന്നോ, ഞങ്ങള് നോക്കട്ടെ. കളഞ്ഞു. ശരിയാണ്, പുള്ളി ഇന്നാണ് ഡെന്നി. അങ്ങനെ എന്ത് ദൈവം എന്നോട് ഇങ്ങനെ 3 പെൺകുട്ടികളും പോയല്ലോ. ഞാനില്ലേ. അതുകൊണ്ടാ വേറെ എന്തെങ്കിലും ഒരു ആശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ താങ്കൾ അവിടെ പോയിരുന്നോളൂ. ഡെന്നിക്ക് അവസരത്തിൽ എന്താ പറയാനുള്ളത്? എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വരണത്. സോ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ലെന്നിട്ടില്ല ഇങ്ങനെ ഒന്ന് വരാൻ പറ്റുമെന്ന്. പിന്നെ നിങ്ങളെല്ലാവരെയും കാണാനൊക്കെ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. സോ അപ്പം ഇങ്ങനെ ഒരു ചാൻസ്. എന്നെ കാണാൻ പറ്റിയില്ലാണോ നന്ദിനിനെ കാണാൻ പറ്റിയില്ലാണോ സന്തോഷം? രണ്ടുപേരെയും കാണാൻ പറ്റില്ല. അല്ല, അങ്ങനെയല്ല പറയുന്നത്. കൃത്യമായിട്ട് ആരെ കാണാൻ പറ്റിയില്ല സന്തോഷം? ശതമാനമുണ്ട്, ശരിക്കും ശരിയല്ല. അങ്ങനെയല്ല ഏട്ടാ, രണ്ടുപേരെയും കാണാൻ ഇല്ല. സന്തോഷമുണ്ട്. പിന്നെ പിഷാരടി ചേട്ടൻ്റെ പ്രോഗ്രാമൊക്കെ ഒരുപാട് കാണാനാണ്, ഒരുപാട് ഇഷ്ടമാണ് ചേട്ടനെ. ഇങ്ങനെ ഇതിനാണ് പറയാതെ പറയുക എന്ന് പറയുന്നത്. രണ്ടുപേരും ഇഷ്ടമാണ്, പക്ഷെ പിഷാരടി ചേട്ടൻ ചിലപ്പോൾ പറയാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് വരത്തില്ല. ഇനി ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടട്ടെ. ഒരു കാര്യം പറയാം, ഈ ഇവിടെ വരുന്നവരുടെ എല്ലാം ഒരു പ്രതിജ്ഞയാണ്. എനിക്ക് ഇവിടം വരെ വരാൻ പറ്റിയത് സന്തോഷം, നിങ്ങളെയൊക്കെ ഇഷ്ടം. ഇനി ആ പ്രതിജ്ഞയൊന്നും അധികം ആരും എടുക്കണമെന്നില്ല. ഡിന്നിക്കുള്ള എല്ലാ സമ്മാനങ്ങളും ഹിമ എന്ന ഡിന്നി അല്ലേ? ഹിമാഡിനി. ചേച്ചി ഭയങ്കര അല്ല, നന്ദിനി ഭയങ്കര സുന്ദരിയാണ് കേട്ടോ. ചേച്ചിന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. ചേച്ചിന്ന് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ പാസ്പോർട്ട് എടുത്തൊന്ന് നോക്കണം. ഇപ്പോഴും നിങ്ങളെ നേഴ്സിംഗ് പഠിപ്പിച്ച സൂപ്രണ്ടിന്റെ ക്ലാസ്മേറ്റ് ആയി നിൽക്കുന്നത്. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഫോട്ടോ എടുത്താൽ ഇപ്പോഴും ഗാന്ധിജിയുടെ സൈഡിൽ നിൽക്കുന്ന 6 പേരിൽ ഒരാളാണ് ഈ നിൽക്കുന്നത്. അത് മാത്രമല്ല, സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം രാത്രി നെഹ്റുവിന്റെ വീട്ടിൽ നടന്ന പാർട്ടി ആങ്കർ ചെയ്ത ആളാണ് ഈ നിൽക്കുന്നത്. അത്രയും പ്രായവും ചരിത്രവും അവകാശപ്പെടാനുള്ള ആളോട് ചേച്ചി എന്ന് വിളിക്കുന്നത് തെറ്റില്ലെന്നോ? എന്താ ഈ പറയുന്നത്? ദൂരദർശൻ തുടങ്ങിയ ദിവസം ആ ഫംഗ്ഷൻ ആങ്കർ ചെയ്ത ആളാണ് ഈ നിൽക്കുന്നത്.